അമേരിക്കയിലെ ഡാലസിൽ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി വെടിയേറ്റ് മരിച്ച 61 വർഷം കഴിഞ്ഞിട്ടും ആ കൊലപാതകത്തിന് പിന്നിലെ ചുരുളഴിക്കാൻ സാധിച്ചിട്ടില്ല. കെന്നഡി വധവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന തിയറികൾ പലതും പതിറ്റാണ്ടുകളായി പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. കൊലപാതകത്തിന് പിന്നിൽ CIA-യും മെക്സിക്കോയിലെ മയക്കുമരുന്ന് മാഫിയയുമാണെന്നും അതല്ല സർക്കാരിലെ തന്നെ ചിലരാണെന്നും അതിനുമപ്പുറത്ത് സോവിയറ്റ് യൂണിയനിലെ ചാരസംഘടനയായിരുന്ന KGBയ്ക്കും ഫിദൽ കാസ്ട്രോയ്ക്കുമൊക്കെ പങ്കുണ്ടെന്നുമൊക്കെ പറഞ്ഞു കേട്ടു. ജോൺ എഫ് കെന്നഡിയുടെയും മകൻ റോബർട്ട് എഫ് കെന്നഡിയുടെയും വധത്തിന് പിന്നിൽ CIA ആണെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. ജോൺ എഫ് കെന്നഡിയുടെ അനന്തരവൻ റോബർട്ട് എഫ് കെന്നഡി ജൂനിയറിനെ ആരോഗ്യ സെക്രട്ടറിയായി ട്രംപ് തെരഞ്ഞെടുത്തതോടെ കെന്നഡി വധം വീണ്ടും മുഖ്യധാരയിൽ ചർച്ചയാവുകയാണ്. വധത്തിന് പിന്നിൽ CIA-ക്ക് പങ്കുണ്ടെന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് മരുമകൾ അമാരിലസ് ഫോക്സ് കെന്നഡിയെ CIA ഡെപ്യൂട്ടി ഡയറക്ടറാക്കാൻ RFK ജൂനിയർ ശ്രമിക്കുന്നതെന്ന ആരോപണം റിപ്പബ്ലിക്കന്മാർ തന്നെ ഉയർത്തുന്നുണ്ട്. അമാരിലസിനെ ഏത് വിധേനയും സുപ്രധാന സ്ഥാനത്തെത്തിക്കാനാണ് RFK ജൂനിയറിന്റെ നീക്കം. RFK ജൂനിയറിന് ട്രംപിന് മേലുള്ള സ്വാധീനം പരിഗണിക്കുമ്പോൾ അമാരിലസ് തന്നെ ഡെപ്യൂട്ടി ഡയറക്ടറായി എത്താനാണ് സാധ്യത. അദ്ദേഹത്തെ പിണക്കാൻ ട്രംപ് തയ്യാറാകില്ലെന്നാണ് അമേരിക്കയിലെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതേസമയം ഒരു പതിറ്റാണ്ടിലേറെ CIA-യുടെ ഓപ്പറേഷൻസ് ഡയറക്ടറായിരുന്ന അമാരിലസ് ഫോക്സ് ഡെപ്യൂട്ടി ഡയറക്ടറായി എത്തുന്നതിൽ അസ്വാഭാവികതയില്ലെന്നാണ് ട്രംപ് അനുകൂലികളുടെ വാദം. റോബർട്ട് എഫ് കെന്നഡി ജൂനിയറിന്റെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മാനേജറായിരുന്ന അമാരിലസിനും വിവാദങ്ങൾ പുത്തരിയല്ല. രഹസ്യാന്വേഷണ ഏജൻസികളും മയക്കുമരുന്ന് ഗ്യാങ്ങുകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് കെന്നഡി കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന നിലപാട് അമാരിലസ് തന്നെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട്. സർക്കാരിൽ നിന്ന് അനുവാദം വാങ്ങാതെ CIA കാലത്തെ തന്റെ അനുഭവങ്ങൾ ചേർത്ത് 2019 പുസ്തകമിറക്കിയത് വലിയ വാർത്തയായിരുന്നു. കെന്നഡി കുടുംബത്തിൽ നിന്നൊരാൾ ഈ സുപ്രധാന സ്ഥാനത്തെത്തുന്നതിനെ ചിലർ ഭയക്കുന്നുണ്ടെന്നാണ് വിവാദങ്ങളോടുള്ള അമാരിലസിന്റെ പ്രതികരണം. JFK വധവുമായി ബന്ധപ്പെട്ട ഫൈനൽ ഡോക്യുമെന്റ്സ് പുറത്തുവിടുമെന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് ഉറപ്പു നൽകിയിരുന്നു. അമാരിലസ് ഈ പദവിയിലെത്തുകയാണെങ്കിൽ വധങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വാറൻ റിപ്പോർട്ട് പുറത്തുവരുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കെന്നഡി കുടുംബത്തിന്റെ സംശയങ്ങൾ സർക്കാർ അംഗീകരിച്ച റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്ക് തീർത്തും വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ 60കളിലെ കെന്നഡി വധക്കേസുകൾ ഇനിയും ഏറെക്കാലം അമേരിക്കയിൽ സജീവ ചർച്ചയാകും എന്നുറപ്പാണ്.